ബ്രോഡാഡി വിളിച്ചപ്പോൾ എനിക്ക് മോഹൻലാലിൻ്റെ അമ്മയാണ്. അതെനിക്ക് പറയാനുണ്ട്. ഞാൻ രാവിലെ ഷൂട്ടിന് ഇറങ്ങുമ്പം ആൻറ്റീൻ്റെ ഫോട്ടോ കാണിച്ച് ഇങ്ങനെ മക്കളോട് പറയാണ്. അപ്പം മൂത്താൾ എന്നോട് പറയും, അയ്യോ അമ്മ ഇത് പൃഥ്വിരാജിൻ്റെ അമ്മയല്ല, ഇത് ലാലേട്ടൻ്റെ അമ്മയാണ്. ഞാൻ എൻ്റെ അടുപ്പം കൊണ്ടല്ല പറയുന്നത്, അവരില്ലാതെ മലയാള സിനിമയ്ക്കൊരു കൂട്ടായ്മ വന്നാൽ അത് നിൽക്കില്ല. ചേച്ചി പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ലത്, പാട്ടിലൊക്കെ ചുമ്മാ സുഖത്ത് വിളിച്ച് മോന്തയെ വീർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ പറയുമ്പോൾ ഞാൻ സുഖേണ്ടത് എൻ്റെ അബ്ബയെ അതാണ്. ഇപ്പം അതല്ല, ഇപ്പോൾ നമ്മൾ ചിരിച്ച് കളിച്ച് റോഡിൽ കൂടെ നടക്കണം പ്രേമിക്കണമെങ്കിൽ എന്തൊക്കെ ഒരു സുഖം തിരിച്ചു പഠിക്കും. ഇൻ്റർവ്യൂസ് കാണുന്നവർ ഒക്കെ താഴെ വന്ന് എഴുതാണ്ട് ഇങ്ങനൊരു അമ്മായിയമ്മ, ഇങ്ങനൊരു അമ്മ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ എന്നെ കൊണ്ട് ഒരു അമ്മായിയമ്മയാണ്. അതെ, ചുമ്മാതെ വെറുതെ മമ്മൂട്ടിയുടെ ഒക്കെ പേര് നാക്കി വെച്ച് അമ്മാനം ആടുന്നൊന്നും അത്ര വലിയ അന്തസ്സുള്ള കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അല്ലാതെ ഇത് എൻ്റെ ഗ്രൂപ്പ്, ഇത് അവരുടെ ഗ്രൂപ്പ് അറിയണ്ട. അപ്പോൾ നമുക്കൊരു കാര്യം അതൊന്നും സംഘടനയിൽ വന്ന് ഇന്ന് വന്നിട്ട് 10 ദിവസം നിന്നാലും 11ാം ദിവസം ഇത് പോകും. ആന്റിയുടെ 2 മക്കളും പ്രണയവിവാഹമായിരുന്നെങ്കിലും അത് ആദ്യം പറഞ്ഞതും കണ്ടുപിടിച്ചതും രണ്ടുപേരുടെ ആദ്യം പറയുന്നതും അതെ പറയുന്നതും ആന്റിക്ക് തന്നെ മനസ്സിലാവും. അത് ഞാൻ ചിലപ്പോൾ പറയാൻ കേട്ടോ രണ്ടുപേരോടും. അന്നെങ്ങാനും വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് വേണ്ട മോനെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇത് മാറിയത് ശരിയെ തുടങ്ങി, അമ്മ നമുക്കിട്ട് പണിയാൻ തുടങ്ങി എന്നൊക്കെ. രാജു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ ആരെ പോലെ ആയിരുന്നേനെ. അല്ല, അവന് കള്ളം പറയാൻ അറിയാൻ വയ്യ, അതാണ് ഒന്നാമത്തെ കുഴപ്പം. അത് അവൻ്റെ ടിപ്പിക്കൽ അച്ഛൻ തന്നെയാണ് അവന്. ഇവിടെ പറയാത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, ഒരുപാട് പേരെ ആൻറ്റി അതിൽ നിന്ന് സഹായിക്കാറുണ്ട് അല്ലേ? പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റ്. അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് എന്നെ എൻ്റെ മക്കളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സത്യം പറയാം കേട്ടോ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞില്ല.